പാർലമെൻറ്റ് ചർച്ച നടക്കുകയാണല്ലോ. ഇന്ത്യ മുന്നണി ഇറങ്ങിപ്പോവും സ്വാഭാവികമായി. ഇന്നും ഇന്ത്യ മുന്നണി ഇറങ്ങിപ്പോയി. DMK പോയില്ല. DMK BJP യോട് അടുക്കുകയാണോ? എന്താണ് തോന്നുന്നത്? ഇതിൽ മുമ്പ് പറഞ്ഞിരുന്നു, ദ്രാവിഡ ഐക്യം ഉണ്ടാകാൻ പോകുന്നു, ദ്രാവിഡ പാർട്ടികളുടെ ഐക്യം. പ്രധാനമായിട്ടും ADMKയും DMKയും ഈ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് പാർലമെൻറ്റിൽ BJP കൊണ്ടുവരുന്ന ബില്ലുകളെ DMK എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ബില്ലുകൾ അനുകൂലിക്കുക, ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് നിൽക്കുകയായിരുന്നു DMK. അവരതിനകത്ത് ഉറച്ചു നിന്നൊരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയെ തന്നെ ചതിച്ചു, DMKയെ ചതിച്ചു. അവർ വിജയിന് പിന്തുണ കൊടുത്തു. അതോടുകൂടി DMKക്ക് പ്രശ്നമായി. DMK അധികാരത്തിന് വെളിയിൽ കളഞ്ഞിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചിരിക്കുന്നത് വിജയിൻ്റെ പാർട്ടിയാണ്, TVK ആണ്. TVK പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തോടു കൂടിയിട്ട് അവിടെ DMKയുടെ നില ഇന്ത്യ മുന്നണിയിൽ അപ്രസക്തമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ എന്നുള്ള സാധനത്തിൽ നിന്ന് അവർ വെളിയിൽ പോയി. അപ്പോൾ അവിടെ അവർക്ക് ഭാവിയില്ല എന്നവർ തന്നെ നിശ്ചയിച്ചു. വെറുതെ കോൺഗ്രസിൻ്റെ അടിമപ്പണി ചെയ്യണ പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. യാതൊരു പവറും കോൺഗ്രസ്സിന് തമിഴ്നാട്ടിലില്ല എന്ന് ഓർക്കണം. അവിടെ അവർക്ക് എന്തെങ്കിലും കുറച്ച് MLA-മാരോ MP-മാരോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആരുടെ കൃപ കൊണ്ടാണ്? അത് DMKയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അവർക്ക് 10 MP-മാർ അവിടെ നിന്ന് കിട്ടിയത് പോലും DMKയുടെ കരുണയിലാണ്. അങ്ങനെ നിൽക്കുന്ന ആ പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു താരം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി DMK അധികാരത്തിന് വെളിയിൽ കളഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അവരുടെ കൂടെ പോയി. നിങ്ങൾ ചെയ്യരുതായിരുന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസിനോട് DMKയോട് ചോദിക്കാണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്തത്. അതോടുകൂടി DMK അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനിലായി. അവർക്ക് വിട്ടുമാറിയാൽ മതിയെന്നായി. പണ്ട് തന്നെ അവർക്ക് NDAയോട് അടുപ്പമുണ്ടായാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, ഇല്ലയെന്നല്ല. സത്യത്തിൽ ADMKയും BJPയും തമ്മിൽ സഖ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ DMKയെ കൂടെ കൂട്ടാൻ BJPക്ക് വലിയ താല്പര്യം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചെന്ന് വരാം. അങ്ങനെയൊക്കെയാണ്. കാരണം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് DMK ഈ സഖ്യത്തിലുണ്ടായിരുന്നു, BJPയുടെ സഖ്യത്തിൽ. അന്ന് DMKക്ക് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിരുന്നു. പിന്നീടാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ കയറിയ സമയത്താണ് UPA സർക്കാരിൻ്റെ ഭാഗമായിട്ട് DMK മാറിപ്പോയത്, NDAയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് വീണ്ടും NDAയിലേക്ക് തിരിച്ചു വരാൻ 10 വർഷത്തെ അങ്ങനത്തെ 10 വർഷത്തെ ഇടവേളയും പിന്നെ 10 വർഷവും, മൊത്തം ഇപ്പോൾ 22 വർഷം മുമ്പ് ആ സഖ്യം ഉണ്ടായിരുന്നു. 22 വർഷത്തിന് ശേഷം DMKക്ക് NDAയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി കളമൊരുങ്ങിയിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? അത് കോൺഗ്രസ് കാണിച്ച മണ്ടത്തരം കൊണ്ട്, അത്രേ പറയാനുള്ളൂ. എങ്കിൽ പോലും ഇടക്കാലത്ത് പ്രധാനമന്ത്രി മോഡിയായിട്ട് കുറച്ചൊക്കെ അടുപ്പവും ബഹുമാന്യത ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒന്ന്, കരുണാനിധി വയ്യാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ച് നാൾ മുമ്പ് മോഡി പെട്ടെന്നൊരു ചെന്നൈ സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, രാഷ്ട്രീയ സന്ദർശനമായിരുന്നില്ല, ഭരണപരമായിരുന്നില്ല. പകരം കരുണാനിധിയെ, തീർത്തും വയ്യാണ്ടായ കരുണാനിധിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു മോഡിയുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. അതിനു മുമ്പ് മോഡി ചെന്നൈ വരുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നത്, അദ്ദേഹം വരുമ്പോൾ ആ വിമാനം വന്നിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് കറുത്ത ബലൂണുകൾ ആകാശത്തേക്ക് പൊങ്ങുമായിരുന്നു. കരിങ്കൊടി കാണിക്കുന്നവരും കറുത്ത ബലൂൺ കാണിച്ച് മോഡിയെ സ്വീകരിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ വന്ന് കരുണാനിധിയെ, വയ്യാണ്ടിരുന്ന കരുണാനിധിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് മോഡി വന്നതിന് ശേഷം ഇന്നേ വരെ DMK ഒരൊറ്റ കറുത്ത ബലൂൺ പറത്തിയിട്ടില്ല. അത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. മോഡിയെ അതിനുശേഷം ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് മോഡി. കാരണം DMKയുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ, അവരുടെ മുഴുവൻ രാഷ്ട്രീയ അധികാരത്തിനും കാരണക്കാരനായ വ്യക്തി, ആ വ്യക്തിയായിരുന്നു കരുണാനിധി, തമിഴ്നാട്ടിൻ്റെ മുൻ മുഖ്യമന്ത്രി. അദ്ദേഹം വയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ മോഡി വന്നതും അദ്ദേഹത്തെ കണ്ടതും മറ്റൊരു രാഷ്ട്രീയ പരിപാടിക്ക് മാത്രം വേണ്ടിയിട്ടല്ല, കൃത്യമായിട്ട് കരുണാനിധിയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അത് വലിയൊരു ബഹുമതിയായിട്ടാണ് DMK എടുത്തത്. അതിനുശേഷം കറുത്ത ബലൂൺ ഉയർത്തി മോഡിയെ അപമാനിക്കാൻ അവരൊരിക്കലും നിന്നിട്ടില്ല. അതിനർത്ഥം ഇവർക്ക് പരസ്പര ബഹുമാനം ഉണ്ടെന്നുള്ളതാണ്. പരസ്പര ധാരണകളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ പരസ്പര ബഹുമാനമുണ്ട്. ഇതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു, നല്ല ചുട്ട മറുപടി കൊടുത്തു. പക്ഷേ ഇതിനുശേഷം ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു രാജ്യത്തെ ആക്രമിച്ചു? കാരണം ഇന്ത്യ സാധാരണ രീതിയിൽ അന്യരാജ്യങ്ങളെ ആക്രമിക്കാറില്ല. അന്യരാജ്യങ്ങളുടെ സോവറിനിറ്റി, പരമാധികാരം, അതിനെ അംഗീകരിക്കുന്ന രാജ്യമാണ് നമ്മൾ. മറ്റുള്ളവരുടെ മണ്ണിൽ കയറി ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള വാദം എപ്പോഴും എല്ലാ അന്താരാഷ്ട്ര വേദികളിലും UN ഉൾപ്പെടെ ഉയർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ എന്തുകൊണ്ട് ഇവരെ ആക്രമിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറയാറുണ്ടായിരുന്നു. അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിവിധ പ്രതിനിധി സംഘങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയച്ചു. അങ്ങനെ MP-മാരുടെ സംഘങ്ങളാണ് പോയത്. ശശി തരൂർ പോയത് അമേരിക്കയിലേക്കായിരുന്നു, നമുക്കറിയാം. റഷ്യയിലേക്ക് ആരായിരുന്നു പോയത്? DMKയുടെ നേതാവും MP ആയിട്ടുള്ള കനിമൊഴിയായിരുന്നു അങ്ങോട്ട് പോയത്. കനിമൊഴി അവിടെ ചെന്നു, റഷ്യയിൽ ചെന്നു, അവിടെ ചർച്ചകൾ നടത്തി തിരിച്ചു വന്നു. DMKയെ സംബന്ധിച്ച് അതൊരു ബഹുമാന്യതയായിട്ട് തന്നെയാണ് അവർ കണ്ടത്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ശക്തി, സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമാണ് അമേരിക്ക. അങ്ങോട്ട് ശശി തരൂരാണ് പോയെങ്കിൽ ഇന്ത്യ ഏറ്റവും അധികം ആദരിക്കുന്ന മഹാശക്തിയായിട്ടുള്ള, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയായിട്ടുള്ള റഷ്യ,
പുടിൻ്റെ റഷ്യ അങ്ങോട്ട് അയച്ചത് ആരെയാണ്? DMKയുടെ നേതാവിനെയാണ്, BJP നേതാവിനെ അല്ല, DMKയുടെ നേതാവിനെയാണ് അയച്ചത്. ഇതൊരു ചെറിയ കാര്യമായിട്ടല്ല DMK എടുത്തത്. അതുകൊണ്ട് തന്നെ മോഡി എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും DMK വളരെ കുലങ്കുഷമായിട്ട് അതിനെ നിരീക്ഷിക്കുകയും അതിനെ ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്യാറുണ്ട്. എങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് പല വിടുവായുത്തരങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. DMK ഒന്നിലധികം തവണ സനാതനധർമ്മത്തെ വാക്കുകൾ കൂടി കടന്നാക്രമിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വൈറസാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നോർക്കണം, ഇന്ത്യ സഖ്യം അഥവാ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യം പൊളിഞ്ഞ് DMK ഇതിൽ നിന്ന് വെളിയിൽ പോയതിന് ശേഷം ഇന്നേ വരെ DMKയുടെ ഒരു നേതാവും ഒരക്ഷരം സനാതനധർമ്മത്തെ പറ്റി മിണ്ടിയിട്ടില്ല. അവർ തന്നെ നിർത്തി, അവരിനി മിണ്ടില്ല. കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ വിശ്വാസത കളഞ്ഞു. ഇനി അവർക്കൊരു ദേശീയ തലത്തിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർക്കൊരു സഖ്യം വേണം. അതവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് NDAയുടെ ഭാഗമാകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ADMK അപ്പുറത്തുണ്ട്. ADMK അവിടെ നിൽക്കുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. ADMK ഉപേക്ഷിച്ചിട്ട് BJP തങ്ങളെ സ്വീകരിക്കുമോ അതോ ADMKയുടെ ഒപ്പം തന്നെ കൂടെ കൂട്ടുമോ? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാണ്. DMK കൂടെ കൂട്ടുന്നത് BJPക്ക് തെറ്റൊന്നുമില്ല. മുൻകാലത്ത് കൂടെ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ്. രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, സനാതനധർമ്മത്തെപ്പറ്റിയും ദേശീയതയെപ്പറ്റിയുള്ള DMKയുടെ അഭിപ്രായങ്ങൾ മാറുമെങ്കിൽ BJPക്ക് അവരെ സ്വീകരിക്കാൻ പറ്റും. അവർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്നർത്ഥം. ഇത്തരമൊരു മാറ്റത്തിലേക്കാണ് DMK വരാൻ പോകുന്നത് എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാം? തമിഴ്നാട്ടിൽ NDA ശക്തമാകാം, DMK അതിലേക്ക് വരാം. വിജയനെതിരെ ഒരുമിച്ച് അണിനിരന്ന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ DMK ഒറ്റയ്ക്ക് നോക്കിയാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ADMK ആയിട്ടൊരു സഖ്യം വന്നു എന്ന് വരാം. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി ശത്രുതകളുണ്ട് ഇവർക്കിടയിൽ. ഇത് പാർട്ടികൾക്കകത്തെ അണികൾക്ക് എത്രമാത്രം ബോധിക്കും, അവരെത്ര ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരം വിഷയങ്ങളെ പരിഹരിക്കാൻ പറ്റിയാൽ ഒരു ഐക്യ ദ്രാവിഡ രാഷ്ട്രീയ സഖ്യം തമിഴ്നാട്ടിലുണ്ടായി എന്ന് വരും. TVKക്കെതിരായിട്ട് ദ്രാവിഡ പാർട്ടികളുടെ ഒരു മുന്നണി, പ്രധാനപ്പെട്ട രണ്ട് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ADMKയും DMKയും ഒരുമിച്ച് വന്നു വരും. എന്നിട്ട് അവർ ദേശീയതയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം ദേശീയതയുടെ ഭാഗമാകുന്നു, പൂർണ്ണമായിട്ടും അതിൻ്റെ ഭാഗമാകുന്നു എന്നാണ് അർത്ഥം. ഇതാണ് തമിഴ്നാട്ടിൽ സംഭവിക്കേണ്ട മാറ്റം. ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട മാറ്റം. എങ്കിൽ മാത്രമേ തമിഴ്നാട് ദേശീയതയുടെ ഭാഗമായിട്ട് വരികയുള്ളൂ. അവിടെ നാളെ അണ്ണാമലയ്ക്ക് ഇനിയും തിരിച്ചു വരാൻ പറ്റും. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾക്ക് ദേശീയ സന്ദേശമായിട്ട് വരാൻ പറ്റും. തമിഴ്നാട് പലപ്പോഴും തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന വിഘടനമായ സന്ദേശങ്ങളെ എതിർക്കാൻ പറ്റും. അവിടെ TVK നാളെ വിഘടന സന്ദേശം ഉയർത്തിയാൽ പോലും അതിനെ ചെറുക്കാൻ കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ. കൃത്യമായ ശരിയായ ദിശയുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വരട്ടെ. അതിനുവേണ്ടി പലതും സംഭവിച്ചു എന്ന് വരും. ചിലപ്പോൾ DMK കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാവാനോ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാനോ ഇതൊക്കെ നടന്നു എന്ന് വരാം. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്നറിയില്ല. പക്ഷേ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിനകം പല അത്ഭുതങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം.